ഓം കാളാംഭോധരകാന്തികാന്തമനിശം വീരാസനാധ്യാസിനം മുദ്രാം ജ്ഞാനമയീം ദധാനമപരം ഹസ്താംബുജം ജാനുനീ സീതാം പാർശ്വഗതാം സരോരുഹകരാം വിദ്യുന്നിഭാം രാഘവം പശ്യന്തം മുകുടാം ഗദാദിവിവിധ കൽപ്പോജ്വലാംഗം ഭജേ. ഇന്ന് ശ്രീരാമ യാത്ര, ശ്രീരാമന്റെ യാത്ര രാമായണത്തിലൂടെ മലയാളികളുള്ള പ്രദേശങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ രാമായണത്തെക്കുറിച്ച് ഒരല്പം ചിന്തിക്കാം എന്ന് തോന്നി. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇതിഹാസമായ കാവ്യമായ രാമായണം ഇന്ന് ലോകരാജ്യങ്ങളിലെല്ലാം വിവിധ രീതിയിൽ അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല പ്രദേശങ്ങളിലും. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട് പാടിയ കഥകൾ ഓരോ ഭവനങ്ങൾ തോറും ഇന്ന് കുട്ടിരാമായണത്തിലൂടെയൊക്കെ പാടി നമ്മുടെ മനസ്സിലേക്ക് പതിയുമ്പോൾ എന്തായിരുന്നു ശ്രീരാമൻ എന്ന വ്യക്തിത്വത്തിന്റെ മഹത്വമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അയോധ്യ ഭരിച്ച ശ്രീരാമചന്ദ്രനെ കുറിച്ച്. ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയോധ്യയും നമ്മുടെ മനസ്സിലേക്ക് വരും. അയോധ്യ എന്ന പദത്തിനർത്ഥം യുദ്ധമില്ലാത്ത ഇടം എന്നാണ്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. എത്രയെത്ര രാജാക്കന്മാര്, പ്രഭുക്കന്മാര് ഒക്കെ രാജ്യം ഭരിച്ചിട്ടും എത്ര തലമുറകള് ഈ കൈമാറി വന്നിട്ടും ഇന്നും ആ രാമന്റെ മഹത്വം പറയുന്നു എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അതിനെ ഒന്ന് അറിയണം, അത് വരും തലമുറയുടെ മനസ്സുകളിൽ പതിയണം. ആ ധർമ്മം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ രാമായണത്തിന്റെ ോടുള്ള ശരിയായ ഒരു അർത്ഥതലം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എത്തുകയുള്ളൂ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പ്രമാണം. ധർമ്മം എന്താണ് എന്ന് രാമനെ നോക്കിയാൽ മതി. കുറ്റപ്പെടുത്തുകൾ ഒരുപാട് ഉണ്ടാകാം. അത് എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ ധർമ്മം, ശ്രീരാമ ദൗത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്, അത് ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആമുഖമായിട്ടൊന്ന് പറയട്ടെ, ഒരു കഥ ഭോജരാജാവിന്റെ സഭയില് നടന്ന ഒരു കഥ ഇതിനോടനുബന്ധിച്ചൊന്ന് പറയാം. ഒരിക്കല് ഭോജരാജാവിന്റെ സഭയില് കവിയരങ്ങ് നടക്കുകയായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും രാജാവിന്റെ മുമ്പില് കവിത ചൊല്ലി കേൾപ്പിക്കുകയും പ്രശസ്തി പത്രം വാങ്ങുകയും അതേപോലെ പണക്കിഴികള് സ്വർണമൊക്കെ നേടുകയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. കൂടുതലും എന്തായിരിക്കും, രാജ്യം ഭരിക്കുന്ന രാജാവായ ഭോജരാജാവിനെ പുകഴ്ത്തി പറയുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഉണ്ടല്ലോ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പുകഴ്ത്തി പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അതിലൂടെ അവരുടെ ഭരണ അധികാരത്തിൽ നിന്നും പലതും നമ്മൾക്കും കൂടെ സാധിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടാണ്. അടുത്ത വേറൊരു അധികാരി വരുമ്പോൾ, ആ സ്ഥാനത്ത് വരുമ്പോൾ അവരെയും ഇതേപോലെ പുകഴ്ത്തി പറയും, ഇങ്ങനെ പുകഴ്ത്തുന്നവര്. ഇവിടെയും ഒരു കവി ഭോജരാജാവിനെ പുകഴ്ത്തി ഒരു കവിത പാടി. ഭോജരാജാവ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് തുല്യനാണെന്നും അതേപോലെ ഈ രാജ്യം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അയോധ്യയ്ക്ക് തുല്യമാണെന്നും ഒക്കെയാണ് ആ കവിതയിലെ
സാരാംശം. ഇത് കേട്ട് കൈയടിച്ചുകൊണ്ടും അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് രാജാവിനെയാണല്ലോ പുകഴ്ത്തുന്നത്. ഒരു കാക്ക പറന്നു വന്ന് അകത്തേക്ക് വന്ന് ഈ കവിത പാടിയ കവിയുടെ തലയില് കാഷ്ഠിച്ചു. കവി ഇളിഭ്യനായി. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് രാജകൊട്ടാരത്തിനകത്തേക്ക് ഒരു കാക്ക പറന്നു വരിക തന്നെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ അപ്പോ വന്നത്. അപ്പൊ തനിക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ചെയ്ത് എന്തോ തെറ്റുണ്ട് എന്നൊരു ഒരു ഇളിഭ്യത കവിയുടെ മനസ്സിലുണ്ടായി. രാജാവിനും ദേഷ്യം വന്നു. തന്നെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ തലയിലേക്ക് കാക്ക കാഷ്ടിച്ചു. ഭടന്മാരെ വിളിച്ചു. എത്രയും പെട്ടെന്ന് വല വീശി ഈ കാക്കയെ പിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാ കാക്ക കൊട്ടാരത്തിനകത്ത് തന്നെ ഉണ്ട്. കാക്ക പറഞ്ഞു, രാജാവേ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ, വല വീശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ഈ സഭയിൽ വന്ന് ഇങ്ങനൊരു കൃത്യം ചെയ്തത്? അത് അദ്ദേഹം കളവ് മാത്രം പാടുന്നു, അദ്ദേഹം ചെയ്യുന്നതൊന്നും ശരിയല്ല, കളവ് പാടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ കാഷ്ടിച്ചത്. എനിക്ക് എന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇങ്ങനെയല്ലേ കഴിയുള്ളൂ. അതെന്താണ് അദ്ദേഹം പറഞ്ഞ കളവ്? അത് വേറൊന്നുമല്ല, അങ്ങ് രാമചന്ദ്ര മഹാപ്രഭുവിന് തുല്യനാണ് എന്ന് പറഞ്ഞത് സത്യമല്ല. അതേപോലെ അങ്ങയുടെ രാജ്യം അയോധ്യയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞതും സത്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് നിനക്ക് അത് സത്യമല്ല എന്ന് തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു ദൃഷ്ടാന്തം അങ്ങേക്ക് കാട്ടിത്തരാം. അങ്ങും മന്ത്രിമാരും ഭടന്മാരും ഈ കവിയും കൂടി എന്നോടൊപ്പം ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കാക്ക പറന്നുപോയി. ഉടൻ തന്നെ തേരുകളെല്ലാം സജ്ജമാക്കി മന്ത്രിമാരും രാജാവും പടയാളികളും കുറച്ചുപേര് ഈ കവിയുമായിട്ട് ഈ കാക്കയെ പറന്നു പോകുന്ന കാക്കയെ അനുഗമിച്ചു. അത് പോയി ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി. ആ ഗുഹയ്ക്കകത്തേക്ക് കയറി ഇവരും ചെന്നു. ആ ഗുഹയ്ക്കകത്ത് ഒരു മൺകൂന അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു നല്ല കുറെ അധികം മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കാക്ക പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ഭടന്മാരോട് ആ മണ്ണ് ഒന്ന് മാറ്റാൻ ആവശ്യപ്പെടൂ. രാജാവിന്റെ അഭിപ്രായ പ്രകാരം ഭടന്മാര് മണ്ണ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ മണ്ണ് കുറച്ചു മാറ്റിയപ്പോഴേ അതിനകത്ത് നിന്നും രത്നങ്ങളും സ്വർണങ്ങളും അനവധി ഇങ്ങനെ ഇളകി വീഴാൻ തുടങ്ങി. അപ്പൊ കാക്ക പറഞ്ഞു, ഇത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ കാലത്ത് ഉള്ള രത്നങ്ങളും സ്വർണങ്ങളുമാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ഭരണകാലത്ത് ഒരു രത്നവ്യാപാരി, അദ്ദേഹം ഈശ്വര വിശ്വാസിയായ അത്യന്തം ഭക്തനായ ഒരു രത്നവ്യാപാരിക്ക് മക്കളുണ്ടായില്ല. അദ്ദേഹം പല വഴിപാടുകളും ഒക്കെ നടത്തി പ്രാർത്ഥിച്ചു, മക്കളുണ്ടായില്ല. അവസാനം അദ്ദേഹം ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന് തന്നെ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജാവിന് രാജകൊട്ടാരത്തിലേക്ക് ഒരു കുടം സ്വർണവും രത്നങ്ങളും കൂടി ഞാൻ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു. കാലം കുറെ കഴിഞ്ഞു. ഈശ്വര നിയോഗം പോലെ ആ രത്നവ്യാപാരിയുടെ ഭാര്യ ഗർഭിണിയായി. പറഞ്ഞതനുസരിച്ച് ഒരു കുടം രത്നവുമായിട്ട് സ്വർണവുമൊക്കെ ആയിട്ട് ഈ രത്നവ്യാപാരി രാജസഭയിലെത്തി. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ മുഖം കാണിച്ചു. ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നിരുന്നു, എനിക്കിന്ന് കുട്ടികളുണ്ടായി, അങ്ങ് ഈ രത്നങ്ങൾ സ്വീകരിക്കണം, സ്വർണങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഇപ്പൊ അങ്ങയുടെ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങൊരു കാര്യം ചെയ്യൂ, ഇത് ദരിദ്രരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തുകൊള്ളൂ, എനിക്ക് സന്തോഷമായി. ആ രത്നങ്ങളുമായിട്ട് അദ്ദേഹത്തെ തിരിച്ചുവിട്ടു. അദ്ദേഹം പോയി ആരാണ് ദരിദ്രൻ എന്ന് അന്വേഷിച്ചു. ആ ദരിദ്രന് വേണ്ടിയിട്ട് ഈ രത്നങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ രാജ്യത്ത് ദരിദ്രന്മാരുണ്ടായിരുന്നില്ല. വീണ്ടും രത്നവ്യാപാരി ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ചെന്നു. അപ്പോഴത് രാജാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആർക്കെങ്കിലും രത്നം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകൊള്ളൂ, കുഴപ്പമില്ല. എന്തായാലും ഇവിടെ സമ്പത്തിന് യാതൊരു കുറവുമില്ല, അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രത്നവ്യാപാരി വീണ്ടും ഈ രത്നങ്ങൾ തിരിച്ചു കൊണ്ടുപോയി
ആവശ്യക്കാർക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് കരുതിയപ്പോഴ് എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അർഹതയില്ലാത്തത് നേടാൻ ആരും തയ്യാറായിരുന്നില്ല. എന്ത് വാങ്ങുമ്പോഴും അതിന് അർഹമായ പ്രവൃത്തി എടുക്കാതെ അതിന് പ്രതിഫലം വാങ്ങുക എന്നുള്ളത് രാമരാജ്യത്തില് ഇല്ലായിരുന്നു. അങ്ങനെ ആർക്കും ആ രത്നങ്ങള് കൊടുക്കാനും സാധിച്ചില്ല. രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് കരുതിയ ആ രത്നങ്ങള് ആ രത്നവ്യാപാരി അതേപോലെ സൂക്ഷിച്ചു വെച്ചു. ആ രത്നങ്ങളാണ് ഈ കിടക്കുന്നത് എന്ന്. കാക്ക പറഞ്ഞു, അല്ലയോ ഭോജരാജാവേ, അങ്ങ് അങ്ങയുടെ മന്ത്രിമാരെയും ഭടന്മാരെയും ഈ കവിയെയും അവർ കൈകൾ മുറുക്കി പിടിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തുറക്കാൻ ആവശ്യപ്പെടൂ. ഇത് കേട്ട ഉടനെ തന്നെ രാജാവ് ആവശ്യപ്പെടാതെ തന്നെ മന്ത്രിമാരുടെയും കവിയുടെയും ഒക്കെ കൈകള് അറിയാതെ തന്നെ തുറന്നു. ആ സമയം കൊണ്ട് അവർ പലരും അതിൽ നിന്നുള്ള രത്നങ്ങളെല്ലാം കുറേശ്ശെ കൈക്കലാക്കിയിരുന്നു. ഇതാണ് അങ്ങയുടെയും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെയും രാജ്യവും ഭരണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് കാക്ക പറഞ്ഞു. ഇതൊരു കഥയാണ്. ഇതേപോലെ തത്വോപദേശത്തോടു കൂടിയ അനവധി കഥകള് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഒരുപാട് രാജാക്കന്മാരുള്ള ഈ ലോകത്ത് ശ്രീരാമചന്ദ്രന്റെ പ്രത്യേകത എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ് രാമായണത്തിലൂടെയുള്ള ഒരു യാത്ര. ആ യാത്രയിൽ ആധ്യാത്മികമായി ഞാൻ ആരാണെന്നും എൻ്റെ ദൗത്യം എന്താണെന്നും ഞാൻ എൻ്റെ ഈ ജീവിതയാത്ര എവിടേക്കാണെന്നും ഒക്കെ ഉള്ള ആധ്യാത്മിക രഹസ്യങ്ങളും വേദ തത്വങ്ങളും ഒക്കെ അടങ്ങിയതാണ് രാമായണത്തിന്റെ യാത്ര. അപ്പോൾ ഒരു കഥയിലൂടെ, ഇതിഹാസ കഥകളിലൂടെ ആധ്യാത്മിക സന്ദേശം നിറച്ചു വെച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഈശ്വരീയമായ പാദങ്ങളിലേക്ക് മുറുകെ പിടിപ്പിച്ചുകൊണ്ട് സത്യസന്ധമായി ധർമ്മിഷ്ഠന്മാരായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യയനമാണ് രാമായണത്തിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അത് സൂര്യനിൽ നിന്നും ഒരു വംശത്തിൽ തുടങ്ങുന്നു. സൂര്യവംശത്തിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. സൂര്യവംശമോ എന്ന് ചോദിച്ചാൽ സൂര്യനിൽ നിന്നും ഒരു വംശം. തുടക്കം തന്റെ സൂര്യന്റെ പുത്രനായ വൈവസ്വത മനുവിൽ നിന്നും. സൂര്യന് ത്വഷ്ടാവിന്റെ പുത്രിയായ സംജ്ഞാദേവിയില് 2 പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുന്നു. ഒന്ന് വൈവസ്വതൻ, 2 യമധർമ്മൻ, 3 യമുന കാളിന്തി. സംജ്ഞാദേവിക്ക് തന്റെ പതിയുടെ പാരുഷ്യം, ആ ചൂട് സഹിക്കാൻ വയ്യാതായപ്പോൾ, എന്നാൽ ലോകത്തിന് മുഴുവൻ ഊർജം പ്രദാനം ചെയ്തുകൊണ്ട് തന്റെ പതിയായിട്ടുള്ള സൂര്യദേവൻ സർവദാ കർമ്മനിരതനായ ആ പതിയെ പരിചരിച്ചുകൊണ്ട് ഭർത്തൃഭക്തിയോടുകൂടി കഴിഞ്ഞിരുന്ന സംജ്ഞാദേവി തന്റെ പതിയുടെ പാരുഷ്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് തപസ്സിന് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ പതിവ്രതയായ സംജ്ഞാദേവി തപസ്സിന് പോകുമ്പോൾ തന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അതുകൊണ്ട് സംജ്ഞാദേവി തന്റെ ഛായയിൽ നിന്നും തന്നെ തന്നെപ്പോലെ ഒരു സുന്ദരിയെ വേറെ സൃഷ്ടിച്ച് അവൾക്ക് സവർണ എന്ന് പേരിട്ടു. ആ സവർണാദേവി സംജ്ഞാദേവിയും രണ്ടും രണ്ടല്ല, ഒന്നുപോലെ തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. ആ സവർണാദേവിയെ സൂര്യനെ പരിചരിക്കാൻ ഏൽപ്പിച്ചിട്ട് സംജ്ഞാദേവി തപസ്സിന് പോകുന്നു. സൂര്യൻ അറിയില്ല ഇത് തന്റെ ഭാര്യയുടെ നിഴലിൽ നിന്നും രൂപപ്പെടുത്തിയ മറ്റൊരു സ്ത്രീയാണ്. ആ സവർണയിലും 2 പുത്രന്മാരും ഒരു പുത്രിയും സൂര്യന് ജനിക്കുന്നു. ഒന്ന് സാവർണി, 2 ശനീശ്വരൻ, സൂര്യപുത്രനാണ് ശനീശ്വരൻ, 3 ഒരു പുത്രി തപതി എന്ന് പറയുന്ന ഒരു പുത്രി. അപ്പോൾ ആദ്യത്തെ സംജ്ഞാദേവിയിൽ ജനിച്ച വിവസ്വാൻ എന്ന് പറയുന്ന ആ മനുവിന്റെ മന്വന്തരത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കൽപ്പം എന്ന് പറയുന്നത് ശ്വേതവരാഹ കൽപ്പം എന്നാണ് അതിന്റെ പേര്. ഒരു കൽപ്പകാലം എന്ന് പറയുന്നത് 14 മന്വന്തരങ്ങളാണ്. അതില് 7ാമത്തെ മന്വന്തരത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്.
അപ്പൊ 7ാമത്തെ മന്വന്തരം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ സൂര്യദേവന്റെ പുത്രനായിട്ടുള്ള സഞ്ജാദേവിയിൽ പിറന്ന വൈവസ്വത മനുവാണ്. ആ വൈവസ്വത മനുവിന്റെ കാലത്താണ്, മന്വന്തരത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതേപോലെ സവർണാദേവിയിൽ പിറന്ന സാവർണി എന്ന പുത്രൻ 8ാമത്തെ മന്വന്തരത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുമാണ്. അപ്പോൾ സൂര്യദേവനിൽ ഉണ്ടായ 2 പുത്രന്മാരിലാണ് ഈ മന്വന്തരവും അടുത്ത മന്വന്തരവും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ സൂര്യനിൽ നിന്നും ഒരു പരമ്പര, വിവസ്വാനിലൂടെ, വൈവസ്വത മനുവിലൂടെ, പുത്രനായ ഇക്ഷ്വാകുയിലൂടെ, ഇക്ഷ്വാകു പരമ്പര, ഇക്ഷ്വാകു വംശം എന്ന് പറയും, ഇക്ഷ്വാകു പരമ്പരയിലൂടെ മുചുകുന്ദനെന്നും പുരുകുന്ദനെന്നും പറയുന്ന പ്രസിദ്ധനായ രാജാക്കന്മാരിലൂടെ പറഞ്ഞാലൊടുങ്ങാത്ത രാജാക്കന്മാരാ കുലത്തിൽ ജനിച്ചു. ശിവി ചക്രവർത്തിയും ഒക്കെ അടങ്ങിയ രാജാക്കന്മാരിലൂടെ വേദവ്രതൻ എന്ന് പറയുന്ന ത്രിശങ്കു എന്ന് പറയുന്ന മഹാരാജാവിലൂടെ, ആ ത്രിശങ്കുവിന്റെ പുത്രനായ രാജാ ഹരിശ്ചന്ദ്രനിലൂടെ വന്നാൽ സൂര്യവംശത്തിൽ തന്നെ തന്റെ ഭരണത്തിന്റെ മികവ് കൊണ്ട് പേരുകേട്ട രഘു എന്ന രാജാവിലൂടെ, രഘുവംശത്തിലൂടെ, ആ രഘുവംശം എന്നൊരു കീർത്തിയും കൂടി ഉണ്ടായി. രഘുവിലൂടെ, രഘുവിന്റെ പുത്രൻ അജനിലൂടെ ആണ് നേമി എന്ന് പറയുന്ന, അജന്റെ പുത്രനായിട്ടാണ് നേമി ജനിക്കുന്നത്. അജന് ഇന്ദുമതി എന്ന് പറയുന്ന സുന്ദരിയായ ഭാര്യയിൽ ജനിച്ച പുത്രനാണ് നേമി. ആ നേമി ഒരേ ഒരു മകനേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ദുമതി മരണപ്പെടുന്നു. തന്റെ പ്രിയതമയോടുള്ള അടങ്ങാത്ത സ്നേഹവും പ്രണയവും മൂലം അജൻ വേറെ വിവാഹം കഴിച്ചില്ല. തന്റെ മകനായ നേമിയെ ആയോധന കലയിലും ആധ്യാത്മിക ശാസ്ത്രത്തിലും ഭൗതിക ശാസ്ത്രത്തിലും എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ കൊടുത്ത് അവനെ ഒരു ഉത്തമ ഭരണാധികാരിയാക്കി വളർത്തിയെടുത്തു, യുവരാജാവാക്കി. യുവരാജാവ് നായാട്ടിന് പോകുമ്പോൾ, പടയാളികളുമായി നായാട്ടിന് പോകുന്ന സമയത്ത് കാട്ടിൽ വെച്ച് അവരുമായി പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോയി ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് കടന്നു. എത്തപ്പെട്ടത് അയൽരാജ്യമായ അംഗരാജ്യത്തായിരുന്നു. ആ അംഗരാജ്യത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ അതിർത്തി പ്രദേശത്തെ ഉദ്യാനത്തില് ആ അംഗരാജ്യത്തെ രാജാവായ ലോമപാദന്റെ മകൾ നർമ്മദ തോഴിമാരുമായി ഉല്ലസിച്ചുകൊണ്ട് ആ ഉദ്യാനത്തിൽ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ നേമി ആ ഉദ്യാനത്തില് കാഴ്ചകളൊക്കെ കണ്ട് ഒറ്റപ്പെട്ട് മാറി നിന്ന നർമ്മദയുമായി പരിചയപ്പെട്ടു. അയോധ്യയുടെ യുവരാജാവായ അജന്റെ, സൂര്യവംശത്തിൽ പിറന്ന അജന്റെ പുത്രനാണ് എന്ന് നേമി എന്നറിഞ്ഞപ്പോ നർമ്മദയ്ക്ക് പ്രണയമുദിച്ചു. സുന്ദരനും ഉത്തമനായ ഒരു യോദ്ധാവും വീരനും ധീരനുമൊക്കെ ആയിട്ടുള്ള ആ യുവാവിൽ അവൾക്ക് പ്രണയമുദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഗാന്ധർവ വിധിപ്രകാരം അവിടെ വിവാഹം കഴിച്ചു. അവർ ആ ഉദ്യാനത്തിൽ ആടിപ്പാടി അവരുടെ പ്രേമങ്ങളെ പങ്കുവെച്ചുകൊണ്ട് അവർ അങ്ങനെ കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചു. നേമി തന്നെ ലോമപാദ മഹാരാജാവിന്റെ സന്നിധിയിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. സൂര്യവംശ രാജാവായിട്ടുള്ള പരമ്പരയിലേക്ക് തന്റെ മകളെ അയക്കുന്നതില്, അതും അയോധ്യയുടെ അധികാരത്തിലേക്ക് തന്റെ മകളുടെ മകൻ അധികാരത്തിലേക്ക് വരുന്നത് ഒക്കെ അഭിമാന പുരസരം ലോമപാദൻ വീക്ഷിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് നേമി രാജാവിനെയും അതേപോലെ ഗുരു ജനങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആർഭാടത്തോടുകൂടി വിവാഹാഘോഷങ്ങളൊക്കെ നടത്താമെന്നുള്ള വാഗ്ദാനത്തോടുകൂടി കുറച്ചു ദിവസം ആ ലോമപാദന്റെ രാജകൊട്ടാരത്തിൽ തങ്ങിയതിനു ശേഷം മടങ്ങിപ്പോയി. എന്നാൽ നേമി അയോധ്യയിൽ മടങ്ങിയെത്തുമ്പോഴുള്ള അവസ്ഥ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു. തന്റെ പിതാവ് അജൻ അതിഭീകരമായ അർബുദ രോഗത്തിന് അടിമപ്പെട്ട് അത് മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സമയം വരെ അറിയാതെ ആ മൂർധന്യാവസ്ഥയിലേക്ക് കടന്ന സമയം, മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമായിരുന്നു നേമി രാജകൊട്ടാരത്തിൽ മടങ്ങിയെത്തുന്നത്. കൊട്ടാരം വൈദ്യരും അതേപോലെ രാജഗുരുവും ഒക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് ഭരണകാര്യങ്ങളിൽ കൂടുതൽ നേമി ശ്രദ്ധിച്ചു.
എന്നാൽ മരുന്നുകൊണ്ടൊന്നും തന്റെ രോഗം മാറുകയില്ലെന്ന് മനസ്സിലാക്കിയ നേമി അജൻ തന്റെ പ്രിയതമയായ ഇന്ദുമതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെളുത്ത കുതിരയുടെ പുറത്ത് കയറി സരയൂവിലേക്ക് യാത്രയായി, സരയൂ നദിയിലേക്ക് നദീതീരത്തേക്ക് യാത്രയായി, സരയൂവിലേക്ക് ഇറങ്ങി തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നേമി രാജ്യം സൂര്യവംശ രാജാക്കന്മാരെ പോലെ തന്നെ കീർത്തിമത്തായ ഭരണം, എല്ലാ രംഗങ്ങളിലും ശ്രേഷ്ഠമായ ഭരണം കാഴ്ചവെച്ചു. രാജാവിന്റെ അഭാവത്തില് കുറെ നാള് സുഖമില്ലാതിരുന്ന സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നോക്കാൻ കഴിയാതെ വന്നപ്പോഴുള്ള പോരായ്മകളെല്ലാം നേമി അവിടെ പരിഹരിച്ചു. ഈ സമയത്താണ് ദേവലോകത്ത് ശംബരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ശംബരാസുരൻ ഭാഗവത കഥയിലും നമ്മൾക്ക് ശംബരാസുരന്റെ ഒരു കഥ കേൾക്കാം. അതല്ല, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ കാലഘട്ടത്തില് അതിനു മുമ്പ് ഒരു ദേവലോകം ആക്രമിച്ച ഒരു ശംബരാസുരന്റെ കഥ പറയുന്നുണ്ട്. ഈ ശംബരാസുരൻ ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തില് ദേവകൾക്ക് സഹായകമായി പലപ്പോഴും അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ സൂര്യവംശ രാജാക്കന്മാരുടെ പ്രസിദ്ധിയും ഒക്കെ കേട്ടറിഞ്ഞ് ദേവലോകത്തേക്ക് ക്ഷണിക്കാറുണ്ട്. ഇവിടെയും നേമിയുടെ കീർത്തിയുമെല്ലാം അറിഞ്ഞ ദേവലോകത്ത് നിന്നും ശംബരാസുരനെ എതിരിടാൻ വേണ്ടിയിട്ട് നേമിയുടെ ക്ഷണം സ്വീകരിക്കുകയാണ്. അങ്ങനെ നേമി ദേവലോകത്ത് അസുരനുമായിട്ടുള്ള യുദ്ധത്തിന് പോയി. ആ ദേവലോകത്ത് നടന്ന ശംബരാസുരനുമായി നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിന്റെ ആ അത്ഭുതമായ പ്രകടനം ആ നേമിയുടെ യുദ്ധപാടവം കണ്ടിട്ട് അസുരനെ നിഗ്രഹിച്ചതിന് ശേഷം മടങ്ങിപ്പോകാനായിട്ട് ഒരുങ്ങിയ നേമിയെ ദേവസഭയിലേക്ക് വിളിച്ചു വരുത്തി ഒരു അവാർഡ്, ബിരുദം നൽകി അവർ ആദരിച്ചു. അതാണ് ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുമ്പോൾ ധൈര്യത്തോടുകൂടി സൂര്യ തേജസ്സോടുകൂടി ഒരേ സമയം 10 ദിക്കുകളിലേക്കും രഥം പായിച്ചുകൊണ്ട് അത്ഭുതകരമായ യുദ്ധപാടവം കാഴ്ചവെച്ച സുന്ദരനായ യുവാവായ ഈ ചെറുപ്പക്കാരന് ദേവസഭ നൽകി ആദരിക്കുന്നു, ദശരഥൻ എന്ന പദവി എന്ന് പറഞ്ഞ് ബിരുദം നൽകി ആദരിച്ചാണ് നേമിയെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നത്. അങ്ങനെയാണ് ദശരഥനായത്. നേമി ദശരഥനാവുന്നത് അങ്ങനെയാണ്. ദേവസഭയിൽ നിന്നും കിട്ടിയ അംഗീകാരമാണ് ബിരുദം. ദശരഥൻ എന്ന പദവി നൽകി ആദരിച്ചു. സുന്ദരനായ യുവാവായ ധീരനായ ഒരു ചെറുപ്പക്കാരൻ ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി നടന്ന പോരാട്ടത്തില് ഒരേ സമയം 10 ദിക്കുകളിലേക്ക് രഥം പായിച്ച് തന്റെ കൃത്യം നിറവേറ്റിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് ദേവസഭ നൽകിയതാണ് ദശരഥൻ എന്ന പദവി. ദശരഥൻ മടങ്ങിയെത്തി. തന്റെ രാജ്യത്ത് വീണ്ടും ഭരണകാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു. ആ സമയത്താണ് അംഗരാജ്യത്തു നിന്നും ഒരു ദൂതൻ അവിടെ എത്തുന്നത്. നർമ്മദ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് ആ ദൂതൻ പറഞ്ഞത്. അപ്പോഴാണ് അംഗരാജ്യത്ത് വെച്ച് നർമ്മദ എന്ന് പറയുന്ന സുന്ദരിയുമായിട്ട് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നത്. അബദ്ധമായി അല്ലെങ്കിൽ അപരാധമായി പോയല്ലോ എന്ന കുറ്റബോധത്തോടെ നേമി എന്ന ദശരഥൻ പാഞ്ഞെത്തി അവിടെ അംഗരാജ്യത്ത്. പക്ഷെ ആ സമയത്തേക്കും നർമ്മദ ഗർഭിണിയായിരുന്നു. അവൾ പൂർണ്ണ ഗർഭിണിയായ അവളെ സൂതികാലയത്തിൽ പ്രവേശിച്ചിരുന്നു. സുന്ദരിയായ നർമ്മദ അവളുടെ ഗർഭം പരിപക്വമാവുന്ന ഓരോ വേളകളിലും തന്റെ സാന്നിധ്യം അവൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ഓർത്ത് നേമി എന്ന ദശരഥൻ കുനിഞ്ഞ ശിരസോടുകൂടി ദുഃഖത്തോടുകൂടി ഇരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. സൂതികാലയത്തിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. നർമ്മദ പ്രസവിച്ചു. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്, മനോഹരിയായ ഒരു പെൺകുഞ്ഞ്. അംഗരാജ്യത്ത് വെച്ച് ആദ്യം നേമി എന്ന ദശരഥൻ രാജാവുമായി സംസാരിക്കുന്ന സമയത്ത്
തന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ലോമപാത മഹാരാജാവ് ഒരു നിബന്ധന വെച്ചിരുന്നു. എനിക്ക് മകളും മകനുമായിട്ട് ഇവൾ മാത്രമേ ഉള്ളൂ, നർമ്മദ മാത്രമേ ഉള്ളൂ. ഇവളെ അങ്ങേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ ഏകനായി പോകും. അതുകൊണ്ട് ഇവളിൽ അങ്ങേക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയെ എനിക്ക് നൽകണം എന്ന്, അവളെ, ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് ഒരു കരാറ് വാക്കാൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നർമ്മദ പ്രസവിച്ച ഈ പെൺകുഞ്ഞിനെ ലോമപാത മഹാരാജാവിന് തന്നെ വളർത്തുവാനായിട്ട് കൊടുക്കേണ്ടി വന്നു. ആ പ്രസവത്തോടുകൂടി നർമ്മദ മരണപ്പെട്ടു. ദുഃഖത്തോടുകൂടി, അത്യന്തം ദുഃഖത്തോടുകൂടിയാണ് തനിക്ക് പിറന്ന തന്റെ കുഞ്ഞിനെയും അംഗരാജ്യത്ത് തന്നെ ഏൽപ്പിച്ച് ദശരഥൻ എന്ന നേമി അവിടെ നിന്നും മടങ്ങുന്നത്. ലോമപാത മഹാരാജാവ് ആ കുഞ്ഞിന് ശാന്ത എന്ന് പേരിട്ട് തന്റെ മകളായി വളർത്തി. മകളുടെ മകളെ തന്റെ മകളായി തന്നെ വളർത്തി. ഈ ശാന്തയാണ് അംഗരാജ്യത്ത് മഴ പെയ്യാതിരുന്ന സമയത്ത് വിഭാണ്ഡകന്റെ പുത്രനായിട്ടുള്ള വൈഭാണ്ഡകൻ എന്ന ഋഷ്യശൃംഗൻ ആ അംഗരാജ്യത്ത് പാദം വെച്ചുടനെ മഴ പെയ്യുകയും ആ അംഗരാജ്യത്ത് സമൃദ്ധമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഈ ഋഷ്യശൃംഗനെ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ലോമപാത മഹാരാജാവ് തന്റെ മകൾ ആയ നർമ്മദയിൽ പിറന്ന ശാന്തയെ ഋഷ്യശൃംഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ദശരഥ മഹാരാജാവ് നർമ്മദയുമായിട്ടുള്ള ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് മാറി രാജ്യം കരുത്തുറ്റ ഒരു സമ്പൽ സമൃദ്ധിയുള്ള രാജ്യമാക്കി മാറ്റി. അതിനുശേഷം ആ ദശരഥ മഹാരാജാവ് ആദ്യം വിവാഹം കഴിക്കുന്നത് കൗസല്യാദേവിയാണ്. അതില് ദശരഥന് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. രണ്ടാമത് സുമിത്രാദേവി വിവാഹം കഴിച്ചു. സുമിത്രാദേവി അത്യധികം പാണ്ഡിത്യമുള്ളവളായിരുന്നു. എല്ലായ്പ്പോഴും ഗ്രന്ഥങ്ങളും വേദ ഇതിഹാസങ്ങളും ഉപനിഷത്തുകൾ തുടങ്ങിയിട്ടുള്ള അതിബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും തർക്കവിതർക്കങ്ങളിലൊക്കെ നടക്കുന്ന സ്ഥലത്ത്, പാണ്ഡിത്യ സഭകൾ നടക്കുന്നിടത്ത് തർക്കവിതർക്കങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വിജ്ഞാന കൊതുകിയായിരുന്നു സുമിത്രാദേവി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം ഏത് എന്ന് ചോദിച്ചാൽ സുമിത്ര പറയുന്നതാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛതാത യഥാ സുഖം എന്ന്. തന്റെ മകനെ വളർത്തിയത് എങ്ങനെയാണെന്ന് സുമിത്രയ്ക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് പറഞ്ഞത്. എങ്കിലും വനത്തിലേക്ക് പോവുകയാണ്. ഭൂലോകസുന്ദരിയായിട്ടുള്ള സാക്ഷാൽ ഭഗവതിയായിട്ടുള്ള സീതാദേവി കൂടെയുണ്ട്. തന്റെ ജ്യേഷ്ഠനാണ് ശ്രീരാമചന്ദ്രൻ. ഒരു വേള കാനനത്തിൽപ്പെട്ട് കാലങ്ങൾ കഴിക്കുമ്പോൾ തന്റെ മകന്റെ മനസ്സിൽ അശുഭമായ ചിന്തകളൊന്നും വരാതിരിക്കാൻ, മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. എന്തെല്ലാം ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചാലും മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ സുമിത്ര ആ കുതിരയെ കടിഞ്ഞാണില്ലാതെ പായാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി കൊടുത്ത മരുന്നായിരുന്നു രാമനെ നിത്യം ദശരഥനെന്നോർത്തുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നോർത്തിയിടുക, അയോധ്യയെ കാണുമ്പോൾ അയോധ്യയായി കണ്ടിട്ട് പോയി വരാനായിട്ട് തന്റെ മകനോട് പറയുന്നത്. അതാണ് രാമായണത്തിലെ പ്രസിദ്ധമായ ശ്ലോകം. അപ്പൊ പാണ്ഡിത്യമുള്ള ഒരു യുവതിയായിരുന്നു സുമിത്രാദേവി. അവരിലും ദശരഥന് കുട്ടികൾ ഉണ്ടായില്ല. വർഷങ്ങൾ കഴിഞ്ഞു. കേകയ രാജ്യത്തെ രാജാവായിട്ടുള്ള അശ്വജിത്ത് ഒരു വലിയ മത്സര പരീക്ഷകൾ നടത്തുമ്പോൾ, ആയോധന പരീക്ഷകൾ, മത്സരങ്ങൾ നടക്കുന്ന വേദിയിലേക്ക് ആ മത്സരങ്ങൾ കാണുവാനും വിജയികളെ അഭിനന്ദിക്കുവാനും അവർക്ക് ബിരുദങ്ങൾ നൽകുവാനുമായിട്ട് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ ക്ഷണിക്കുന്നു. ആ മത്സരവേദിയിൽ വെച്ച് മത്സരം നടക്കുന്ന സമയത്ത് ആ മത്സരാർത്ഥികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടപ്പോൾ ദശരഥന്റെ കണ്ണുകൾ അവളിൽ ഉടക്കി.
ആ സുന്ദരിയെ കണ്ടതിന് ശേഷം പിന്നെയുള്ള മത്സരങ്ങളൊന്നും ദശരഥൻ കണ്ടിട്ടില്ല. കേകയ രാജ്യത്തെ അശ്വജിത്തിന്റെ മകളായ കൈകേയിയായിരുന്നു അത്. മത്സരമെല്ലാം കഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അശ്വജിത്തിനോട് ദശരഥൻ പറഞ്ഞു, അങ്ങയുടെ മകളെ എനിക്ക് തരണം. ആ സമയത്ത് ദശരഥൻ 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കണം. എന്നാൽ യുവത്വവും പ്രസരിപ്പും ധൈര്യവും വീര്യവും ഒക്കെ നിറഞ്ഞിരുന്ന ആ ഒരു വ്യക്തിത്വം ചെറുപ്പക്കാരനായിട്ട് യുവാവായി തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 2 ഭാര്യമാരുള്ള ദശരഥന് തന്റെ മകളെ നൽകുന്നതിൽ ഒരു നീരസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ദശരഥൻ ഓഫർ വെച്ചു. എന്താണ് ഓഫർ? കൗസല്യയ്ക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സുമിത്രയെ വിവാഹം കഴിച്ചത്. സുമിത്രയിലും കുട്ടികൾ ഉണ്ടായില്ല. കൈകേയിയിൽ എനിക്കൊരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ പുത്രന് ഈ അയോധ്യയുടെ രാജ്യഭാരം നൽകുന്നതാണ് എന്ന് വാക്കുകൊടുത്തു. അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. കൈകേയിയിൽ എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവനായിരിക്കും അയോധ്യയുടെ അനന്തര അവകാശിയാവാൻ പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായി അങ്ങയുടെ മകളെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അശ്വജിത്ത് ചിന്തിച്ചു, സൂര്യവംശ രാജാക്കന്മാരുടെ പരമ്പരയായിട്ട് എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞ് നൽകുവാൻ ദശരഥന് കഴിയുമെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം എന്താണ്? അശ്വജിത്തിന്റെ മകൻ യുദ്ധാജിത്ത് രഹസ്യമായിട്ട് അച്ഛനെ വിളിച്ച് ഓഫർ സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൈകേയിയെ ദശരഥന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ദശരഥൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ആഡംബരപ്രിയയായിട്ടുള്ള എൻ്റെ മകളെ, അവൾക്ക് ആഡംബരപ്രിയയാണ് കൈകേയി. യാത്ര ചെയ്യലും അതേപോലെ എന്താ വീരഗാഥകൾ കേൾക്കലും അങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കലും ഒക്കെയാണ് കൈകേയിക്ക് താല്പര്യം. അപ്പൊ അവൾ മറവിയിൽ പെട്ടുപോകാതിരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേകയത്തെ വിശ്വസ്തയായ പണ്ഡിതയായ ഒരു ദാസിയെ കൂടി കൈകേയിയുടെ തുണയ്ക്കായിട്ട് കൂടെ അയക്കുന്നുണ്ട്. അതാണ് മന്ധര. അങ്ങനെയാണ് മന്ധരയും അയോധ്യയിലേക്ക് എത്തപ്പെടുന്നത്. കൈകേയിയിലും കുട്ടികളുണ്ടായില്ല. വർഷങ്ങൾ കഴിഞ്ഞു. രാജഗുരുക്കന്മാരും പണ്ഡിതന്മാരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ, പുത്രകാമ ഇഷ്ടി എന്ന യാഗം നടത്തുക. പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന യാഗം. അങ്ങനെ ഒരു യാഗം നടത്തുക. അതിന് അംഗരാജ്യത്തു നിന്നും ഋഷിശൃംഗനെയും അങ്ങ് വരുത്തണം. ഋഷിശൃംഗന്റെ പാദം പതിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്ത അംഗരാജ്യം സുഭിക്ഷമായി തീർന്നതുപോലെ പുണ്യം ചെയ്തവനായ ഋഷിശൃംഗൻ ഈ മണ്ണിലേക്ക് പതിഞ്ഞാൽ തന്നെ അനുഗ്രഹമായി തീരും. അപ്പോൾ രാജാവിനും സന്തോഷമായി, ദശരഥനും സന്തോഷമായി. തന്റെ മകൾ ശാന്തയെ ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. ആ ശാന്തയെ ഋഷിശൃംഗൻ വിവാഹം കഴിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഋഷിശൃംഗനും ശാന്തയും ആദ്യമായിട്ട് അയോധ്യയിലേക്ക് എത്തുന്നത്. 3 ഭാര്യമാരെയും യാഗവേദിയിലിരുത്തി പുത്രകാമേഷ്ടി യാഗം ആരംഭിച്ചു. പുത്രകാമ ഇഷ്ടി എന്നാണ് അതിന്റെ പേര്. ആ യാഗത്തിലൂടെ 3 ഭാര്യമാരും ഇരുന്നു. പക്ഷേ അതിൽ നിന്നും തയ്യാറായി വന്ന ആ പായസം, ആ ഔഷധം സ്വീകരിക്കുന്ന സമയത്ത് 2 ഭാര്യമാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, കൗസല്യയും കൈകേയിയും. അപ്പൊ ഋത്തിക്കുകളുടെ കയ്യിലേക്ക് അത് തയ്യാറായി വന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ അത് കൊടുക്കണമെന്നാണ്, കാത്തിരിക്കാൻ പാടില്ല എന്നാണ്. യജ്ഞത്തിന്റെ പുണ്യം എന്ന് വരുന്നത് ആ സന്ദർഭത്തിൽ തന്നെ വേണം. അത് 2 ഭാര്യമാർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. അറിഞ്ഞ സുമിത്ര ഓടിയെത്തി. അവർ കഴിക്കുന്നതിന് മുമ്പ് സുമിത്ര ഓടിയെത്തി. കൗസല്യക്ക് കിട്ടിയതിന്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട് കൈകേയിയും തനിക്ക് കിട്ടിയ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ആദ്യം കൗസല്യ കഴിച്ചു, അതിനുശേഷം കൈകേയി കഴിച്ചു. സുമിത്ര ഇത് 2 കൈയിലും വെച്ചുകൊണ്ട് കൗസല്യ തന്നത് ആദ്യം കഴിച്ചു, കൈകേയി തന്നത് രണ്ടാമത് കഴിച്ചു.
മാസങ്ങൾ കടന്നുപോയി. കൗസല്യ ഗർഭിണിയായി. 3 പേരും ഗർഭവതികളായി. കൗസല്യ ആദ്യമായി സൂതികാലയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. സൂതികാലയത്തിന്റെ പുറത്തൊരാൾ പ്രാർത്ഥനാനിരതനായി നിൽപ്പുണ്ട്, ദശരഥൻ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? കൗസല്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാവണേ, പെൺകുഞ്ഞാവണേ, പെൺകുഞ്ഞാവണേ എന്നാണ്. കാര്യം എന്താണ്? കേകയ രാജാവായ അശ്വജിത്തിന് വാക്കുകൊടുത്തിട്ടുണ്ട് കൈകേയിയുടെ പുത്രൻ രാജ്യം നൽകാമെന്ന്. അപ്പൊ കൗസല്യ പ്രസവിച്ചത് പെൺകുഞ്ഞാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂത്തവനായ പുത്രന് രാജ്യം കൊടുക്കണമല്ലോ. ദശരഥൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. കൗസല്യ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞ് ദശരഥന്റെ കയ്യിൽ കൊടുക്കുന്നു. അടുത്ത ദിവസം കൈകേയിയും സൂതികാലയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. കൈകേയി സൂതികാലയത്തിലേക്ക് പ്രവേശിച്ച സമയത്തും ദശരഥൻ പ്രാർത്ഥനാനിരതനായിട്ട് നിൽക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുക? കൈകേയി പ്രസവിക്കുന്നത് പെൺകുഞ്ഞാവണേ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? കൈകേയിക്ക് പ്രസവിച്ചത് പെൺകുഞ്ഞായതുകൊണ്ടാണ് കൗസല്യ പ്രസവിച്ച ആ കുട്ടിക്ക് രാജ്യം കൊടുത്തത് എന്ന് പറയാമല്ലോ എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതും ആൺകുഞ്ഞായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സുമിത്രാദേവി പ്രസവിച്ചു 2 കുട്ടികളെ. കൗസല്യയിൽ നിന്നും പായസം വാങ്ങി ആദ്യം കഴിച്ചു എന്നുള്ളത് കൊണ്ട് ആദ്യം പിറന്ന ലക്ഷ്മണൻ രാമനോടൊപ്പം ചേർന്നു, കൗസല്യാപുത്രനോടൊപ്പം ചേർന്നു. രണ്ടാമത് പിറന്ന ശത്രുഘ്നൻ കൈകേയി പുത്രനോടൊപ്പം ചേർന്നു. ഇതാണ് രാമായണത്തിലെ സൂര്യവംശ രാജാക്കന്മാരുടെ കഥ രാമായണത്തിലൂടെ അനാവരണം ചെയ്യുന്നത്. ഈ 4 പേരും സ്നേഹവും ബഹുമാനവും എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് മത്സരിക്കുന്നതായി നമുക്ക് രാമായണത്തിൽ കാണാം. സൂര്യവംശത്തിന്റെ ഇളം തലമുറക്കാരായിട്ടുള്ള ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർ എങ്ങനെ തൻ്റെ സ്നേഹ ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കണം, ഒരച്ഛന്റെ ധർമ്മം എങ്ങനെ അച്ഛനോടുള്ള ധർമ്മം എങ്ങനെ നിറവേറ്റണമെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ഉത്തമനായ, മധ്യമനായ, അധമനായ 3 തരത്തിലുള്ള മക്കളെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നു. ഈ 4 ഉള്ള ഒരു യാത്ര, സൂര്യവംശത്തിൽ തുടങ്ങി ഈ 4 ഒരു യാത്രയാണ് ഈ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തുടർച്ചയായിട്ടുള്ള യാത്രയിൽ നിരന്തരമായ ആധ്യാത്മിക സാധനകളുടെ ഉള്ളടക്കങ്ങളെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് ആ ഉള്ളടക്കങ്ങൾ മാനവരാശിയുടെ മനോമുകുരത്തിലിട്ട് ഉരുക്കഴിക്കുമ്പോൾ ആ ഉരുക്കഴിക്കലിലൂടെ നമ്മൾക്ക് മാനസികമായ ഒരു പരിവർത്തനം നമ്മളിൽ സംജാതമാക്കാൻ വേണ്ടിയിട്ട് വാൽമീകി മഹർഷി മനോഹരമായി എഴുതി വച്ചിരിക്കുകയാണ് രാമായണം. വേദ തത്വങ്ങളും ശാസ്ത്ര തത്വങ്ങളും ഇതിഹാസങ്ങളും ചരിത്ര കഥകളും ഒക്കെ കൂടെ ചേർത്ത് എങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന് സാക്ഷ്യപ്പെടുത്തുന്ന അടയാളങ്ങളെല്ലാം ഇട്ടുകൊണ്ട് ഈ മണ്ണിൽ രാമായണ കഥ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രാമായണത്തിലെ ആധ്യാത്മിക വശത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് നമ്മൾക്ക് അടുത്ത ഭാഗം നമുക്ക് തുടരാം. നന്ദി, നമസ്കാരം.